പോളിക്കെതിരെയും പീഡനക്കേസ്. വിദേശത്തു വെച്ച് പീഡിപ്പിച്ചു എന്ന യുവതിയുടെ പരാതിയിൽ എറണാകുളം ഊന്നുകൽ പോലീസ് കേസെടുത്തു. അഭിനയിക്കാൻ അവസരം വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന യുവതിയുടെ പരാതിയിലാണ് കേസ്. അതേസമയം ആരോപണങ്ങൾ നിവിൻ പോളി നിഷേധിക്കുകയാണ്. തനിക്കെതിരായ ആരോപണങ്ങൾ തെറ്റ് എന്ന് തെളിയിക്കാൻ ഏതറ്റം വരെയും പോകും എന്നാണ് നിവിൻ പോളിയുടെ പ്രതികരണം. അല്പസമയത്തിനകം നിവിൻ പോളി മാധ്യമങ്ങളെ കാണുമെന്നും അറിയിച്ചിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി നവമി ദിനേശാണ് ചേരുന്നത്. നവമി, സിദ്ദിഖ് ഉൾപ്പെടെയുള്ള പല നടന്മാർക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇപ്പോഴിതാ ഏറ്റവും പ്രമുഖനായ യുവനടന് നേരെയും ആരോപണമുയരുന്നു. എന്താണ് പരാതിയുടെ ഉള്ളടക്കം? അഭിലാഷ്, 2023 വിദേശത്ത് വെച്ച് മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ചെന്ന യുവതിയുടെ പരാതിയിലാണ് നടൻ നിവിൻ പോളിക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. നേര്യമംഗലം സ്വദേശിയുടെ പരാതിയിലാണ് എറണാകുളം ഊന്നുകൽ പോലീസ് നിവിൻ പോളി ഉൾപ്പെടെയുള്ള 6 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അതായത് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ദുബായിൽ വെച്ച് നിവിൻ പോളി പീഡിപ്പിച്ചു എന്നാണ് പരാതി നൽകിയിരിക്കുന്നത്. നിവിൻ പോളി ഇപ്പോൾ കേസിലെ 6ാം പ്രതിയായിട്ടാണ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിർമ്മാതാവ് AK സുനിലാണ് 2ാം പ്രതി. കഴിഞ്ഞ നവംബറിൽ ദുബായിലെ ഹോട്ടലിൽ വെച്ചാണ് പീഡനം നടന്നതെന്നാണ് പെൺകുട്ടിയുടെ ആരോപണം, പെൺകുട്ടി പരാതിയിൽ പറയുന്നത്. ഇതോടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പുറത്തു വന്ന ശേഷമുള്ള വെളിപ്പെടുത്തലുകളിൽ എറണാകുളത്ത് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം ഇതോടൊപ്പം തന്നെ 11 ആയിട്ടുണ്ട്. എന്തായാലും ഈ നിവിൻ പോളിക്കെതിരായ കേസ് കൂടി ഇനി പ്രത്യേക അന്വേഷണ സംഘമായിരിക്കും അന്വേഷിക്കുന്നത്. അതിനിടയ്ക്ക് നിവിൻ പോളി ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഒരു പ്രതികരണം എന്നോണം തനിക്കെതിരെ വന്ന ഈ ഒരു പീഡന പരാതി അത് വ്യാജമാണ്, അത് തെളിയിക്കാൻ താൻ ഏതറ്റം വരെയും പോകുമെന്ന് കൂടി നിവിൻ പോളി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ നിവിൻ പോളി മാധ്യമങ്ങളെ കാണുമെന്നും അറിയിച്ചിട്ടുണ്ട്. കലൂർ IMA ഹാളിൽ 9 മണി കഴിഞ്ഞ ഉടനെ, അതായത് ഏകദേശം 9:15 നിവിൻ പോളി മാധ്യമങ്ങളെ കാണുമെന്ന് കൂടി അറിയുന്നുണ്ട്. എന്തായാലും നിവിൻ പോളിക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ഉടൻ കേൾക്കാൻ കഴിയും. എന്തായാലും മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ചു എന്നുള്ളൊരു കേസാണ്, ബലാത്സംഗം ചെയ്തു എന്നൊരു കേസാണ്. കേസിലെ 6ാം പ്രതിയായിട്ടാണ് നിവിൻ പോളിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിദേശത്ത് വെച്ച്, അതായത് ദുബായിൽ വെച്ചാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ പരാതി നൽകിയ പെൺകുട്ടി കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ, എന്തായാലും പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്നാണ് ഈ വാർത്ത നമ്മൾക്ക് ഈ ഒരു കേസെടുത്ത് നിവിൻ പോളിനെ 6ാം പ്രതിയാക്കി കേസെടുത്തു എന്ന വിവരം നമ്മൾ അറിയുന്നത്. അഭിലാഷ്, അതായത് ഇപ്പോൾ ഈ വിഷയങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുള്ള അന്വേഷണ സംഘത്തെ ഇമെയിൽ വഴി പരാതി അറിയിക്കുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഊന്നുകൽ പോലീസ് നിവിൻ പോളിക്കെതിരെ കേസെടുത്തിരിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അതെ, അങ്ങനെ തന്നെയാണ് അഭിലാഷ് വ്യക്തമാകുന്നത്. അതായത് ഈ പെൺകുട്ടി ഇമെയിൽ വഴിയാണ് പ്രത്യേക അന്വേഷണ സംഘം, നമുക്കറിയാം ഇതിനോടകം തന്നെ സിനിമയിലെ ആരോപണ വിധേയരായവർക്കെതിരെയുള്ള നടൻ സിദ്ദിഖ്, സംവിധായകൻ രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള 10ഓളം പേർക്കെതിരെയുള്ള പരാതി ഇതിനോടകം തന്നെ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ച് തുടങ്ങിയിരിക്കുന്നു. അതിന്റെ തെളിവെടുപ്പും മറ്റു ഘട്ടങ്ങളിലേക്ക് അന്വേഷണ സംഘം കടന്നു കഴിഞ്ഞു. അതിനിടയിലാണ് ഇത്തരത്തിൽ പെൺകുട്ടി നിവിൻ പോളി തന്നെ ദുബായിൽ വെച്ച് സിനിമയിൽ അവസരം വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ളൊരു വാർത്ത എന്നൊരു പരാതി കൂടി പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത്. ഇതേ തുടർന്നാണ് ഈ കേസ്, അതായത് ഈ പെൺകുട്ടി നൽകിയിരിക്കുന്നത്, ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നേര്യമംഗലം സ്വദേശിയുടെ പരാതിയാണ്. അതുകൊണ്ട് തന്നെ ഊന്നുകൽ പോലീസാണ് ഇതിൽ കേസെടുത്തിരിക്കുന്നത്. ഈ സംഭവം പെൺകുട്ടി അതായത് നേര്യമംഗലം സ്വദേശിയാണ്. അതുകൊണ്ട് തന്നെ ആ പരിധിയിൽ വരുന്ന പോലീസാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അഭിലാഷ്, എന്തായാലും ഈ ആരോപണം ഉയർന്ന ഉടനെ തന്നെ അത് നിഷേധിച്ചുകൊണ്ടുള്ള ഒരു കുറിപ്പ് പുറത്തു വരുന്നുണ്ട്. ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയാണ് നടന്റെ പ്രതികരണം. ആരോപണം വ്യാജമാണ് എന്ന് തെളിയിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും നിയമ നടപടികൾ സ്വീകരിക്കും എന്നുമുള്ളതാണ് നിവിൻ പോളിയുടെ പ്രതികരണം. നേരത്തെ നവമി സൂചിപ്പിച്ചതുപോലെ എറണാകുളം ഊന്നുകൽ പോലീസാണ് ജാമ്യമില്ലാ വകുപ്പ് ഉൾപ്പെടെ ചുമത്തിക്കൊണ്ട് നിവിൻ പോളിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. നവമി, ഇവിടെ ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഒരാളല്ല പരാതിക്കാരി എന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്. നേരത്തെ നിരവധി സിനിമകളിൽ മുഖം കാണിക്കുകയും കൂടുതൽ അവസരങ്ങൾ ലഭിക്കാതെ പോവുകയും ചെയ്ത നടികളുടെ വെളിപ്പെടുത്തലടക്കം പുറത്തു വന്ന പശ്ചാത്തലമുണ്ടല്ലോ. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ യുവതി സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നില്ല എന്നല്ലേ? അങ്ങനെയാണ് അഭിലാഷ് നമുക്ക് പ്രാഥമികമായിട്ടുള്ള ഒരു വിവരം ലഭിക്കുന്നത്. പെൺകുട്ടി സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയല്ല,
ദുബായിൽ ഒരു ജോലി ചെയ്തു വരുന്ന ദുബായിൽ ജോലി ചെയ്യുന്ന യുവതിയാണ്. ഈ യുവതിയെയാണ് സിനിമയിൽ അവസരം നൽകി വാഗ്ദാനം നൽകിക്കൊണ്ട് സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് വാഗ്ദാനം നൽകിക്കൊണ്ട് നിവിൻ പോളി അടക്കമുള്ള 6 പേർ, അതായത് നിവിൻ പോളി 6ാം പ്രതിയാണ്, 2ാം പ്രതി ഒരു നിർമ്മാതാവ് കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ പെൺകുട്ടിയെ ഇവർ ബന്ധപ്പെടുന്നതെന്നും എങ്ങനെയാണ് ഈ പെൺകുട്ടിക്ക് നിവിൻ പോളി അടക്കമുള്ളവർ എങ്ങനെയാണ് പരിചയപ്പെടുന്നതെന്നൊക്കെ നമുക്ക് വരും മണിക്കൂറിൽ അറിയാൻ കഴിയും. എന്തായാലും ഈ പെൺകുട്ടി സിനിമയുമായി ബന്ധപ്പെട്ട ആളല്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ദുബായിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. അതിനിടയിലാണ് ഇവരെ പരിചയപ്പെടുന്നതും പിന്നീട് മയക്കുമരുന്ന് നൽകി ഇത്തരത്തിൽ ലൈംഗിക അതിക്രമം നടത്തി എന്നുള്ളൊരു പരാതി കൂടി. തീർച്ചയായും അത് അതീവ ഗൗരവമുള്ള ഒന്നായി മാറുന്നുണ്ട്. മറ്റ് നടിമാരുടെയൊക്കെ അല്ലെങ്കിൽ യുവതികളുടെയൊക്കെ പ്രധാനപ്പെട്ട പരാതി എന്നത് അവസരങ്ങൾക്ക് വേണ്ടി കിടപ്പറ പങ്കിടണം എന്ന് ആവശ്യപ്പെട്ടു എന്നതാണ്. എങ്കിൽ ഇവിടെ ഇപ്പോൾ മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ചു എന്ന അതീവ ഗുരുതരമായ ആരോപണമാണല്ലോ യുവതി ഉന്നയിക്കുന്നത്. തീർച്ചയായും അഭിലാഷ്, ഇതിനു മുമ്പ് നമുക്കറിയാം, മുമ്പ് വന്ന പരാതികളടക്കം, അതായത് 7ഓളം പേർക്കെതിരെ, പ്രധാനപ്പെട്ട 4 സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ള 7 പേർക്കെതിരെ, ഒപ്പം തന്നെ നടൻ സിദ്ദിഖ്, സംവിധായകൻ രഞ്ജിത്ത്, ഇവർക്കെതിരെയുള്ള പരാതികളിൽ നിന്നും ഇത് വ്യത്യസ്തമാകുന്നത് മയക്കുമരുന്ന് നൽകി, അതായത് മയക്കുമരുന്ന് നൽകിയാണ് ഇത്തരത്തിൽ തന്നെ ക്രൂരമായി തനിക്ക് നേരെ ഒരു അതിക്രമം ഉണ്ടായതെന്നാണ് പെൺകുട്ടി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വളരെ ഗുരുതരമായിട്ടുള്ള കേസ് തന്നെയായിരിക്കും നിവിൻ പോളിക്കെതിരെ ഉണ്ടാവുക. എന്തായാലും ഇതുവരേക്ക് പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത്. നിവിൻ പോളി 6ാം പ്രതിയാക്കിയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തായാലും നിവിൻ പോളിയുടെ പ്രതികരണം കൂടി നമുക്ക് ഉടൻ തന്നെ ലഭ്യമാകും. ഇതിനോടകം തന്നെ ഈ ഒരു ആരോപണം തള്ളിക്കൊണ്ട് നിവിൻ പോളി രംഗത്തെത്തിയിരുന്നു. തനിക്കെതിരെ നടക്കുന്ന ഈ ഒരു പരാതിക്കെതിരെ വന്ന പരാതി പൂർണ്ണമായും തള്ളിക്കൊണ്ട് നിയമ നടപടിയിലേക്ക് പോകും എന്ന് തന്നെയാണ് നിവിൻ പോളി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും കൂടുതൽ പ്രതികരണം നമുക്ക് ഉടനെ ലഭ്യമാകും. അതോടൊപ്പം തന്നെ ദുബായിൽ വെച്ചാണ് ഈ സംഭവം നടന്നതെന്ന് കൂടി പെൺകുട്ടി പരാതിയിൽ പറയുന്നുണ്ട്. ഈ പരാതി ഏതിന്റെ അടിസ്ഥാനത്തിൽ, അതായത് ദുബായിൽ എങ്ങനെയാണ് ഇവർ പരിചയപ്പെട്ടതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഇനിയും അറിയേണ്ടതുണ്ട്. അത് നമുക്ക് വരും മണിക്കൂറിൽ ലഭ്യമാകും. തീർച്ചയായും. അത് മാത്രമല്ല, നിവിൻ പോളി അടക്കം ഈ കേസിൽ ഇപ്പോൾ 6 പ്രതികൾ കൂടിയുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം. സിനിമാ നിർമ്മാതാവ് AK സുനിൽ ഈ കേസിലെ 2ാം പ്രതിയാണ്. കുട്ടൻ, ശ്രേയ, ബഷീർ എന്നിങ്ങനെയുള്ള പേരുകൾ അടക്കം ഈ പ്രതിപട്ടികയിൽ കാണുന്നുണ്ട്. നേര്യമംഗലം സ്വദേശിനിയാണ് പരാതിക്കാരി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏത് പശ്ചാത്തലത്തിൽ ആണ്, അതായത് സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലൊരു പീഡനം എന്ന് തന്നെ പറയുന്നുണ്ട്. ശ്രേയ ആണ് ഇത് കേസിലെ 1ാം പ്രതിയായി വരുന്നത്. AK സുനിൽ 2ാം പ്രതി, കുട്ടൻ, ബഷീർ തുടങ്ങിയ പേരുകളും ഈ പരാതിയിൽ ഉന്നയിക്കുന്നു. ഇപ്പോഴിതാ എന്താണ് നിവിൻ പോളിക്ക് പറയാനുള്ളത് എന്നതാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. നിവിൻ പോളി മാധ്യമങ്ങളെ കാണുകയാണ്. പീഡന ആരോപണത്തിൽ നിവിൻ പോളിയുടെ വാക്കുകൾ എന്ത് എന്ന് എല്ലാവരും ശ്രദ്ധിക്കുന്നു. നിവിൻ പോളി മാധ്യമങ്ങളെ കാണാൻ തയ്യാറെടുക്കുകയാണ്. ഈ ആരോപണങ്ങൾ നിവിൻ പോളി സോഷ്യൽ മീഡിയയിലൂടെ നേരത്തെ തന്നെ നിഷേധിച്ചു കഴിഞ്ഞതാണ്. ഏതറ്റം വരെയും പോകുമെന്നാണ് പറഞ്ഞത്. കണ്ടത് അങ്ങനെ ഒരു പെൺകുട്ടീനെ എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ അവര് സംസാരിച്ചിട്ടില്ല. ഹലോ, ഓക്കെ. അപ്പൊ ഇത് ഒരു ബേസ്ലെസ് ആയിട്ടുള്ള ഒരു അലിഗേഷനാണ്. ഞാനിവരെ നേരത്തെ പറഞ്ഞ പോലെ കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇങ്ങനെ അലിഗേഷൻസ് വരുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അലിഗേഷൻ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ മാധ്യമങ്ങൾ ഇങ്ങനെ വളരെ ഫ്ലാഷ് ന്യൂസ് ആയിട്ടൊക്കെ വരുമ്പോൾ അത് നമ്മളെ പല രീതിയിലൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ട്. നമുക്കും ഫാമിലിയൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ നിങ്ങളിങ്ങനെ ന്യൂസ് ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ അതിൻ്റെ ഒരു ബേസെങ്കിലും ഒന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾ ഇത്തരം ന്യൂസുകളിലേക്ക് പോയാൽ നല്ലതാണെന്നൊരു അഭിപ്രായമുണ്ട്. പിന്നെ ഇത് ഞാൻ ഇന്ന് തന്നെ ഇത് വിളിച്ചതിന്റെ റീസൺ, ഇത് ഇങ്ങനെ വലിച്ചു കിട്ടേണ്ട ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നി. അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഓടി വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്റെ ഭാഗത്ത് ന്യായമുണ്ട്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് എനിക്ക് 100% ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ മീഡിയനെ, എനിക്ക് ഇന്ന് തന്നെ പ്രസ് മീറ്റ് വിളിച്ച് എല്ലാവരും കാണണമെന്ന് പറഞ്ഞത്. അതിൽ ഒരു സത്യമായിട്ടുള്ള കാര്യമല്ല. പക്ഷെ ഇത് ഞാൻ അറിഞ്ഞത് FIR രജിസ്റ്റർ ചെയ്തു എന്നാണ്. അപ്പോൾ FIR രജിസ്റ്റർ ചെയ്തൊരു കേസ് നിയമത്തിന്റെ വഴിയിലാണ് പോവുള്ളൂ. അപ്പോൾ നിയമത്തിന്റെ എല്ലാ
വഴികളിലൂടെ ഞാൻ സഞ്ചരിക്കേണ്ടി വരും. അത് എത്ര നാളെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഞാനും തിരിച്ചും നിയമപരമായിട്ട് അത് ഫൈറ്റ് ചെയ്യും. അതിൻ്റെ ഏതറ്റം വരെ പോകണമെങ്കിൽ ഏതറ്റം വരെയും ഞാൻ പോവും. ഇത് സത്യമല്ലെന്ന് എന്നെ കൊണ്ടാകുന്ന രീതിയിൽ എൻ്റെ കയ്യിൽ എന്തെങ്കിലും അങ്ങനെ തെളിവുകളൊന്നുമില്ല. പക്ഷെ ഞാനത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ എല്ലാ വഴികളും ഞാൻ ശ്രമിക്കുന്നതാണ്. കാരണം ഇത് ഇങ്ങനൊരു ഫേക്ക് അലിഗേഷൻസ് ഇങ്ങനെ വന്ന് തുടങ്ങിയാൽ ഇവിടെ എല്ലാവർക്കും ജീവിക്കണമല്ലോ. ഇപ്പം നാളെ ആർക്കെതിരെയും വരാം. ഇതുപോലെ ഒരുപാട് ഫേക്ക് അലിഗേഷൻസ് ആണുങ്ങൾക്കെതിരെ വന്നിട്ടുള്ള കേസുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അത് ഡിസ്പ്രൂവ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. ഇനിയും നാളെ മുതൽ ആർക്കെതിരെയും വരാം. പക്ഷെ അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്നത്. ഞാനത് ആരെങ്കിലും സംസാരിച്ച് തുടങ്ങിയില്ലെങ്കിൽ ഇതിങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കും. കാരണം ഇതിൻ്റെ ഒരു പ്രൊസീജിയർ അങ്ങനെ ടൈം ടേക്കിംഗ് പ്രൊസീജിയറാണ്. നമ്മൾ സ്ഥിരം കാണുന്ന ഒരു പരിപാടിയാണല്ലോ. അപ്പോൾ എൻ്റെ സിനിമകളിൽ ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ചു, എല്ലാവരും ഇങ്ങനെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു സത്യാവസ്ഥ തെളിയിക്കണമെങ്കിൽ അതിൻ്റെ നിയമത്തിൻ്റെ വഴിക്ക് പോകണം. അപ്പം അതിൻ്റെ ഏത് അന്വേഷണത്തിനും ഏത് ശാസ്ത്രീയമായ അന്വേഷണത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇനിയും മാധ്യമങ്ങളെ കാണേണ്ടി വന്നാൽ ഞാൻ കാണും. ഇതേപോലെ എന്തെങ്കിലും സംസാരിക്കേണ്ടി വന്നാലും ഞാൻ സംസാരിക്കും. എനിക്കിങ്ങനെ സംസാരിച്ച് ശീലമില്ല. നമ്മൾ ഈ സിനിമയുടെ റിലീസ് സമയത്തൊക്കെയാണ് നമ്മൾ ഒരു പ്രസ് മീറ്റ് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുള്ളൂ. അല്ലാതെ ഞാൻ അങ്ങനെ ഒരുപാട് അങ്ങനെ സംസാരിച്ച് ശീലമുള്ള ആളൊന്നുമല്ല. പക്ഷെ അത് ഇപ്പം എനിക്ക് വേണ്ടി ഞാൻ മാത്രമല്ല സംസാരിക്കാനുള്ളൂ. അപ്പോൾ എനിക്കത് സംസാരിച്ചേ പറ്റൂ. നിങ്ങൾ ന്യൂസ് കൊടുക്കണമെങ്കിൽ കൊടുത്തോളൂ, അത് നിങ്ങളുടെ ഉചിതം പോലെ ചെയ്യും. പക്ഷെ ഇത് നാളെ അത് സത്യമല്ലെന്ന് തെളിഞ്ഞാലും നിങ്ങൾ അതേ ഇപ്പം ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ എൻ്റെ കൂടെ നിൽക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അതെ, സോറി, അതേ പറഞ്ഞില്ല. അതായത് 1.5 മാസം മുമ്പാണ് എന്നെ ഊന്നുകൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചത്. ഇങ്ങനെ ഒരു പരാതി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്ന് ഒരു CA ആണ് വിളിച്ചത്, പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ പുള്ളി വിളിച്ചിട്ട് ഇങ്ങനെ ഒരു അലിഗേഷൻ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ പെൺകുട്ടി ഞാൻ അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, ഇങ്ങനെ ഇത്രയും ഇതിനകത്ത് പറയുന്ന അലിഗേഷൻസ് ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല സാർ എന്ന് പറഞ്ഞു. അപ്പോൾ അവരതൊരു ഇതിൽ വാസ്തവമില്ല, ഇതൊരു ഫേക്ക് കേസാണെന്ന് പറഞ്ഞിട്ട് അതന്ന് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പം ഞാൻ സാറിനോട് ചോദിച്ചു, സാർ ഇത് ഞാനെന്നാ ഒരു പരാതി കൊടുക്കട്ടെ പോലീസിനോ, അല്ലെങ്കിൽ ഇതെവിടെയാണ് പരാതി കൊടുക്കട്ടെ, കാരണം ഒരു ഫേക്ക് ആയിട്ടൊരു അലിഗേഷൻ വരികയാണല്ലോ. അപ്പോൾ പറഞ്ഞു അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു ഫേമസ് ആവാൻ എന്തിനൊക്കെ വേണ്ടി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിന് വെറുതെ അതിന് നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല, ഇതിങ്ങനെ ഒരുപാട് കേസുകൾ വരുന്നതാണ്. അപ്പം അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ അങ്ങനെ വിട്ടാൽ മതി എന്ന് തോന്നുന്നു. പക്ഷെ ഞാനപ്പം അന്ന് നിയമോപദേശം തേടിയ വക്കീലിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ വക്കീലും സെയിം അഭിപ്രായം തന്നെ പറഞ്ഞു, ഇതിങ്ങനെ വിട്ടേക്കും, അതിന് വലിയ പ്രസക്തി കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ എഴുതിയിരിക്കുന്നുണ്ട്, എന്താണ് വാട്സപ്പിലൂടെ വൈറസ് സന്ദേശം അയച്ച് ഫോൺ ഹാക്ക് ചെയ്യുന്ന പരിപാടി എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ വായിച്ചപ്പോൾ ഞാൻ ഇത് വളരെ ബേസ്ലെസ് ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ, അപ്പോൾ പിന്നെ ഇതിൻ്റെ പിന്നാലെ പോകേണ്ട കാര്യമില്ലല്ലോ എന്ന് തോന്നി. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാൻ അറിയായിരുന്നെങ്കിൽ എന്തൊക്കെ നമുക്കിവിടെ ചെയ്യാം. എനിക്ക് അങ്ങനെ ബേസിക്കലി ഇത്രേ ഉള്ളൂ. എനിക്ക് ഒരു പരിചയമില്ല, ഇത് ഞാൻ ഈ പെൺകുട്ടിയെ കണ്ടിട്ടില്ല, ഈ പറയുന്ന അലിഗേഷൻസ് കംപ്ലീറ്റ്ലി ഫോൾസ് ആണ്. അതിന് ഞാൻ നിയമത്തിൻ്റെ എന്ത് കാര്യത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ്. എങ്ങും പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ടാവും, നിങ്ങളുടെ മുമ്പിൽ തന്നെ ഉണ്ടാവും. ഇത് മനഃപൂർവ്വമായിട്ടുള്ളൊരു ആരോപണമാണ്. ഇത് ഒരാൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് എടുക്കുന്ന തീരുമാനമാണോ, ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഗൂഢാലോചന ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഇതിന്റെ പിന്നിൽ ഒരു അങ്ങനത്തെ ഒരു ഗൂഢാലോചന ഉണ്ടാകണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആയിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ശരി. ഈ പുതിയ ഇന്ന് വന്ന പരാതി എന്താണെന്ന് ഞാൻ വായിച്ചിട്ടില്ല. അപ്പൊ ഇന്നെന്തോ FIR കൊടുത്തു എന്നാണ് പറഞ്ഞത്. ഇന്നത്തെ FIRന്റെ മാറ്റർ എന്താണെന്ന് എനിക്കറിയില്ല. അന്നത്തെ മാറ്റർ എന്താണെന്നുള്ളത് എന്നെ ഫോണിലാണ് വിളിച്ചത്. ഫോണിൽ വിളിച്ചപ്പോൾ വായിച്ച് കേൾപ്പിച്ചപ്പോൾ ഞാൻ എനിക്കിതിനെക്കുറിച്ച് അറിയില്ല, നേരിട്ട് വരണമെങ്കിൽ നേരിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ആവശ്യമില്ല, നമുക്ക് ബോധ്യപ്പെട്ടു ഇതൊരു ഫേക്ക് ആണെന്നുള്ളത്. പക്ഷെ ഞങ്ങളുടെ പ്രൊസീജിയർ അനുസരിച്ചിട്ട് ഒരു പരാതി പറയുമ്പോൾ നിങ്ങൾ വിളിച്ച് ചോദിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ട് അങ്ങനെ എന്തൊക്കെയായിരുന്നു അതിൻ്റെ അത് പറഞ്ഞത്, കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ ഇതേ മൂഡിലുള്ള പരിപാടിയായിരുന്നു. ഒരു ഹോട്ടൽ മുറിയിൽ പോകുന്നു, ഒരു ഹോട്ടലിൽ ചെന്ന് ഇങ്ങനെ കണ്ടു, പരിചയപ്പെട്ടു, പിന്നെ എന്തോ പീഡിപ്പിച്ചു, അങ്ങനെ എന്തൊക്കെ രീതിയിലാണ് അന്ന് പറഞ്ഞതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ.
ഇത് ഏത് സമയത്താണെന്നുള്ളത് അതിന് കാസ്റ്റിംഗ് കോളുമായി ബന്ധപ്പെട്ടാണ് ആദ്യം ഇങ്ങനെ ഒരു അലിഗേഷൻ നമ്മൾ ശ്രദ്ധിക്കുന്നത്. വിമൺ പവറുള്ള വിമൺ വേണമെന്നും പല രീതിയിൽ കഴിവുകളുള്ള സ്കിൽസ് ഉള്ള വിമൺ വേണമെന്നുള്ള പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ടാണ് ഇവർ ആദ്യം ഇങ്ങനെ ഒരു പ്രതികരണം ഇങ്ങനെ ഷെയർ ചെയ്തത്. അപ്പൊ അവിടെ നിന്നാണ് ഇങ്ങനെ ഒരു പരാതി ഉണ്ടെന്നും ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടെന്നാണ് ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക്, മാധ്യമങ്ങളുടെ ഒക്കെ ശ്രദ്ധയിലേക്ക് വരുന്നത്. അപ്പൊ നിങ്ങൾ കൂടി ഒരു ഭാഗമായിട്ടുള്ള ഒരു പ്രൊജക്ട് ആയിരുന്നല്ലോ ഇത്. ആദ്യമേ ഞാൻ ഈ ഫേസ്ബുക്കിൽ ഈ പോസ്റ്റ് കണ്ടപ്പോൾ ഞാൻ ആര്യനെ വിളിച്ചിരുന്നു. അപ്പൊ ആര്യനെ വിളിച്ചപ്പോൾ നമ്മളിതിന് കാസ്റ്റിംഗ് കോളിന് നമ്മളൊരു ആഡ് പോലെ കൊടുത്തിരുന്നു. അപ്പൊ അതിന് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു, ആര്യൻ ഇങ്ങനെ ഒരു അലിഗേഷൻ ഉണ്ട്, ഇങ്ങനെ നിങ്ങൾ എന്താണ് പറയാ ഓഡിഷൻ നടത്തിയിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ ആര്യൻ പറഞ്ഞു, ഞങ്ങൾ ഓഡിഷൻ നടത്തിയിട്ടില്ല, ഞങ്ങൾക്ക് ഒരുപാട് എൻട്രി വന്നതിൽ നിന്ന് ആര്യന് മനസ്സിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ, ഞങ്ങൾ ഇതുവരെ ഓഡിഷനിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഈ ഓഡിഷനിൽ വന്നിട്ടുള്ള ആരോ ഇനി എന്തെങ്കിലും ഓഡിഷൻ നടത്തി അതിന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഇവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടാണോ എന്ന് ഞാൻ ക്രോസ് ചെക്ക് ചെയ്താണ് ആദ്യമേ. പക്ഷെ അപ്പൊ അങ്ങനെ ഒരു പരിപാടി, അതായത് ഓഡിഷനിലേക്ക് അത് നടന്നിട്ടില്ല എന്നാണ് സംവിധായകൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. പിന്നെ ഞാൻ ഈ സമയത്ത് ഞാൻ ഏതാണ് മലയാളി ഫ്രം ഇന്ത്യയുടെ ഷൂട്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഹോട്ട്സ്റ്റാറിന് വേണ്ടി ചെയ്യുന്ന ഫാർമ എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഷൂട്ടായിട്ട് ഞാൻ പാലക്കാടായിരുന്നു. അങ്ങനെ പല പല സ്ഥലത്ത് ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു വേറൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോ ലീഗലി നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മീഡിയയുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. എന്നോടൊരു ഒരു പരിധി കൂടുതൽ സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന് എനിക്ക് സംസാരിച്ച് ശീലമില്ല, അപ്പം അറിയാതെ എന്തെങ്കിലും പുറത്ത് വരുമെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാനും കെയർഫുൾ ആയിരിക്കുകയാണ്, കാരണം അത് സൂക്ഷിക്കണം. ഇതിനകത്ത് പറയുന്ന ഒരു വ്യക്തിനെ അറിയാം. അദ്ദേഹം അതാണ് ഈ പേര് പറയാമെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ പറയാണ്. ഒരു വ്യക്തിനെ അറിയാം. ആ വ്യക്തി സിനിമയിൽ, മലയാള സിനിമയിൽ ഒരുപാട് പേർക്ക് ഫണ്ട് ചെയ്യുന്ന ആളാണ്. ഞാനും പുള്ളിയുടെ നിന്ന് ഫണ്ട് മേടിച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട്. മലയാള സിനിമയിൽ ഒരുപാട് പേര് പുള്ളിയുടെ നിന്ന് ഫണ്ട് മേടിച്ച് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനത്തെ ഒരു ബന്ധം മാത്രമേ എനിക്ക് പുള്ളിയായിട്ടുള്ളൂ. സാമ്പത്തികമായിട്ടുള്ള നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ, അപ്പോൾ നമ്മളൊരു 10 കോടിക്കും സിനിമ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു 5 കോടി ഇങ്ങനത്തെ ഫിനാൻസിയേഴ്സിനടുത്ത് നമ്മൾ കടം മേടിക്കും. കടം മേടിച്ച് പടം ചെയ്ത് ബിസിനസ് ആകുമ്പോൾ പൈസ തിരിച്ചു കൊടുക്കും. അപ്പം അങ്ങനെ ഒരു പ്രൊസീജിയറിൽ നമ്മൾ ഒരുപാട് പേരുടെ നിന്ന് പൈസ മേടിച്ചിട്ടാണ് മലയാള സിനിമയിൽ എല്ലാവരും പടം ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ മലയാള സിനിമയ്ക്ക് ഫണ്ട് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം. അങ്ങനത്തെ ഒരു ബന്ധം മാത്രമേ എനിക്ക് പുള്ളിയായിട്ടുള്ളൂ, അല്ലാതെ പേഴ്സണലി വേറെ ബന്ധങ്ങളില്ല. ഏതാ ഇല്ല, എനിക്ക് ഒന്നാം പ്രതി ആരാന്ന് അറിഞ്ഞൂടാ, ബാക്കിയുള്ളവർ ആരാന്ന് അറിഞ്ഞൂടാ. ഇല്ല, എനിക്ക് അറിയില്ല. ഇല്ല. മറ്റൊരു ആരോപണം, കേസ് കൊടുത്തപ്പോൾ ഇവര് കഞ്ചാവുമായി ദമ്പതിമാർ പിടിയിലെന്ന രീതിയിൽ ഇവരുടെ പേരിനെയും മറ്റും ജ്യേഷ്ഠത്തിലെത്തിക്കുന്ന കേസ് ഉണ്ടെന്നുള്ള രീതിയിൽ ഒരു എഫ്ഐആർ എഴുത്ത് രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പരക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വാർത്ത അറിഞ്ഞിരുന്നോ? അല്ല, അത് പോലീസ് അന്വേഷിക്കേണ്ട കാര്യമാണല്ലോ. അങ്ങനെ അവരുടെ ബാക്ക് ഡ്രോപ്പ് എന്താണെന്നുള്ളത് അവരാണ് അന്വേഷിക്കേണ്ടത്. എനിക്കറിയില്ല, എനിക്ക് ഇവരെ കുറിച്ച് അറിഞ്ഞുകൂടാ, ഇവരാരാന്ന് പറഞ്ഞുകൂടാ. ഇവരെ ഞാനങ്ങനെ പേഴ്സണലി കണ്ടോ അല്ലെങ്കിൽ സംസാരിച്ചോ അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്തോ മെസ്സേജ് അയച്ചോ ഫോൺ വിളിച്ചോ വാട്സപ്പ് ചെയ്തോ ഒന്നും ഒരു രീതിയിലും ബന്ധമില്ലാത്ത ഒരു ഇതാണ്. പിന്നെ ഞാൻ പലയിടത്തും പോകുമ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്തൊന്ന് സെൽഫി എടുക്കാറുണ്ട്. അത് നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളായതുകൊണ്ട് എൻ്റെ അടുത്ത് സെൽഫി, അങ്ങനെ വല്ല സെൽഫി ഫോട്ടോ ഉണ്ടോ എന്നുള്ളത് അറിഞ്ഞുകൂടാ. അത് നമുക്ക് നോ പറയാൻ പറ്റാത്ത കാര്യമാണ്. അല്ലാതെ ഉള്ള ഒരു രീതിയിലുള്ള കണക്ഷനും ഈ പറയുന്ന പെൺകുട്ടിയായിട്ട് എനിക്കില്ല. അതെ, ഞാൻ നിർമ്മാതാവിനെ ദുബായിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അതിന്റെ ഡേറ്റ് എനിക്കിപ്പോൾ വെളിപ്പെടുത്താൻ പറ്റില്ല. അത് എഫ്ഐആറിൽ എന്താണ് ഡേറ്റ് കൊടുത്തേക്കണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ കണ്ടത് ദുബായ് മോളിൽ വെച്ചിട്ടാണ്. ദുബായ് മോളിൽ വെച്ച് ഇദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തായ റാഫേൽ എന്ന് പറഞ്ഞ ഒരു സുഹൃത്തിനെ പരിചയപ്പെടുത്തിയതാണ്. പുള്ളി ദുബായിലുള്ള പുള്ളിയാണ്. പുള്ളിക്ക് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിനിമയിൽ 50% ഫണ്ട് ഇടാൻ വേണ്ടിയിട്ട് റാഫേലിന്റെ കുടുംബവും കൂടി ഉണ്ടായി. ഞങ്ങളവിടെ ദുബായ് മോളിൽ ഒരു ഫുഡ് കോർട്ടിലിരുന്ന് കണ്ടു. റാഫേലിന്റെ മകനും ഭാര്യയോ മകളും ഭർത്താവോ അങ്ങനെ അവർ 3 പേരുടെയാണ് വന്നത്. അപ്പോൾ ഈ പറയുന്ന ഫിനാൻസർ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ സിനിമയുടെ കാര്യം പറഞ്ഞ് അവിടെ നിന്ന് പിരിഞ്ഞു. അല്ലാതെ ഞങ്ങൾ ദുബായിൽ വേറെ എവിടെയും വെച്ച് മീറ്റ് ചെയ്തിട്ടില്ല. ഇത് ഞാൻ പറഞ്ഞു, ഇത് ഞാനങ്ങനെ ഇത് ഫേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഇത് എനിക്ക് പരിചയമില്ല. അപ്പൊ എനിക്ക് നിയമോപദേശം തേടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്
നമ്മൾ ഈ അന്വേഷണത്തിനെ നമ്മൾ ബഹുമാനിക്കണം. കാരണം ഇതൊരു ഫേക്ക് അലിഗേഷൻ ആണെന്നുള്ള അവർക്കും പ്രൂവ് ചെയ്യണം. പക്ഷെ ഇതിന്റെ മറുവശം എന്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്നൊരു വ്യക്തിനെ കുറിച്ച് ഇങ്ങനെ ന്യൂസ് വരല്ലേ എല്ലായിടത്തും. ഇതിപ്പോൾ നാളെ നിങ്ങളെക്കുറിച്ചും വരാം, ആരെക്കുറിച്ച് വേണമെങ്കിലും വരാം. അപ്പോൾ അങ്ങനെ ഈ ഫേക്കായിട്ട് വരാൻ സാധ്യതയുള്ള അലിഗേഷന് എവിടെയെങ്കിലും ഒരു സ്റ്റോപ്പ് വേണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അത് എനിക്കിപ്പോൾ ഇവിടെ വെച്ച് സംസാരിക്കാമോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ അഡ്വക്കേറ്റായിട്ട് ചോദിച്ചിട്ട് ഇപ്പോഴത്തെ അലിഗേഷൻ എന്താണെന്നുള്ളത് ഞാൻ വായിച്ചില്ല. അന്ന് എന്നെ ഫോണിൽ ജസ്റ്റ് പറഞ്ഞൊരു സാധനം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു രീതിയിലും ബന്ധമില്ലാത്തൊരു അലിഗേഷൻ ഇതെന്താ ഇങ്ങനെ വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ CNയോട് പറഞ്ഞത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, ഇത് ഇങ്ങനെ വരുന്നതാണ്, അത് നമ്മുടെ അന്വേഷണത്തിൽ ഇതിൽ വാസ്തവമില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. ഏതാ അല്ല, അതിപ്പോൾ നമ്മൾ അത് ഫേസ് ചെയ്യേണ്ടി ഫേസ് ചെയ്യണം, വേറെ ഇതൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഇമ്മീഡിയറ്റ് ഫാമിലിയാണ് നമ്മുടെ കൂടെ, അവർക്കാണ് എഫക്ട് ചെയ്യാറ്. പക്ഷെ എൻ്റെ ഇമ്മീഡിയറ്റ് ഫാമിലി എല്ലാവരും എൻ്റെ കൂടെ തന്നെയുണ്ട്. അവർക്ക് എന്നെ അറിയാം. ഞാനിന്ന് അതിന് ഇതറിഞ്ഞപ്പോൾ വീട്ടിൽ അമ്മേനെയാണ് വിളിച്ചത്. മമ്മി ഇങ്ങനെ ഒരു വാർത്തകൾ വരുന്നുണ്ട്, മമ്മി പറഞ്ഞു നീ ധൈര്യമായിട്ട് ഇരിക്കും, എനിക്ക് ടെൻഷനൊന്നും ഇല്ല എന്നാണ് മമ്മി പറഞ്ഞത്. അപ്പോൾ അത് മതി. അപ്പോൾ ഉണ്ട് അത് ഞാൻ പറഞ്ഞു. ഞാൻ ഇതിന്റെ നിയമത്തിന്റെ ഏതറ്റം വരെ പോകാൻ പറ്റുമോ അറ്റം വരെ ഞാൻ പോവും, ഞാൻ ഫൈറ്റ് ചെയ്യും. അത് ഞാൻ ചെയ്തിരിക്കും. അത് എനിക്ക് വേണ്ടി മാത്രമല്ല, നാളെ ഇതേപോലെ വരാൻ സാധ്യതയുള്ള അലിഗേഷൻ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഡിഫെം ചെയ്ത് ഒരു വ്യക്തിത്വത്തെ നശിപ്പിക്കാൻ സാധ്യതയുള്ള എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്. അത് സിനിമയിലുള്ള ആർക്ക് വേണമെങ്കിലും വരാം, സിനിമയിലുള്ള ഇല്ലാത്തവർക്കും വരാം, മീഡിയക്കാർക്കെതിരെ വരാം, രാഷ്ട്രീയക്കാർക്കെതിരെ വരാം. പക്ഷെ ഈ യാത്ര ഞാൻ കണ്ടിന്യൂ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഇല്ല, എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടേ ഇല്ല, ഞാനും കോണ്ടാക്ട് ചെയ്തിട്ടില്ല. അതേ പറഞ്ഞു, ഞാൻ ഇതുവരെ അങ്ങനെ സംസാരിക്കുകയോ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യോ അങ്ങനെ എനിക്കതിൻ്റെ അകത്ത് പേര് പറഞ്ഞിട്ടുള്ള ബാക്കിയുള്ളവർ ആരാണെന്ന് അറിയില്ല. ഞാൻ പേഴ്സണലി എനിക്ക് പരിചയമില്ലാത്തവരാണ്. അത് ഈ പറയുന്ന സിനിമയിൽ ഫിനാൻസ് ചെയ്യുന്ന പുള്ളിയുടെ സുഹൃത്തുക്കളാണോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ഒരുപാട് പേരുടെ പേരുകൾ അതിൻ്റെ അകത്ത് ഉണ്ടെന്നുള്ളൂ. അത് അവരാണ് അതിന്റെ മറുപടി പറയേണ്ടത്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. ഞാൻ ചോദിച്ചു ഇത് ചെയ്യണോന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അതിന് പിന്നാലെ തൂങ്ങേണ്ട കാര്യമില്ല, നിവിന്റെ വർക്കായിട്ട് മുമ്പോട്ട് പോകും. ഇങ്ങനെ എല്ലാ ശബ്ദങ്ങൾക്കെതിരെ നിങ്ങൾ പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ അതിന് സമയം ഉണ്ടാവുള്ളൂ. പിന്നെ അതൊരു അൺവാണ്ടഡ് ന്യൂസിലൊക്കെ വരും. അപ്പൊ അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ അത് ഞങ്ങൾ കേസ് ക്ലോസ് ചെയ്ത കാര്യം പിന്നെ നിവിൻ ടെൻഷൻ അടിക്കേണ്ടെന്ന് പറഞ്ഞു. ഞാൻ അതിന്റെ പിന്നാലെ പോയില്ല ബ്രദർ. സത്യം പറഞ്ഞ എനിക്കങ്ങനെ ചെയ്യാൻ തോന്നിയില്ല. കാരണം എനിക്കൊരു പരിചയമില്ലാത്തൊരു പെൺകുട്ടിയാണല്ലോ. അപ്പൊ ഞാൻ എന്തിനാ അതിന്റെ പിന്നാലെ പോണം? അതെ, ഞാൻ അതിനുള്ള പരാതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരിട്ട് പോയി പരാതി കൊടുക്കണമെങ്കിൽ നേരിട്ട് പോയി പരാതി കൊടുക്കും. അതിന്റെ പ്രൊസീജിയർ ഇപ്പം അങ്ങോട്ട് വന്നില്ലേ ഉള്ളൂ. അപ്പൊ അത് എഴുതി ഒന്ന് പ്രിപ്പയർ ചെയ്യണമല്ലോ. അത് ഞാനൊന്ന് ക്രോസ് ചെയ്യട്ടെ. എനിക്കിതിനെ കുറിച്ച് സത്യമായിട്ട് ഇതില്ല. എനിക്കിപ്പോൾ ഇത്ര പറയാനുള്ളൂ. ഞാൻ ഓപ്പൺ ആയിട്ട് ഇപ്പോൾ ഇന്ന് തന്നെ വന്ന് പറഞ്ഞതിന്റെ റീസൺ ഇത്രേ ഉള്ളൂ. ഇതൊരു ഫോൾസ് അലിഗേഷൻ ആണ്. ഇതൊരു ഡിഫെയിം ചെയ്യാനായിട്ടുള്ള ഒരു കരുതിക്കൂട്ടിയുള്ള ഒരു ശ്രമമാണ്. അതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട്. സിനിമയ്ക്കെതിരെ സിനിമാക്കാർക്കെതിരെ ഇപ്പം എല്ലാ ദിവസവും ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏതൊക്കെയാണ് ശരി ഏതൊക്കെയാണ് തെറ്റെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു ഇൻഡസ്ട്രീനെ ബാധിക്കുന്ന കാര്യമാണ്. ഈ മലയാളം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത്രയും മോശപ്പെട്ട ആൾക്കാർ മാത്രമുള്ള ഇൻഡസ്ട്രി ഒന്നുമല്ല. ഇവിടെ അല്ലാത്ത ആൾക്കാരുണ്ട്. ഇവിടെ സിനിമ മുമ്പോട്ട് പോകണം, ഈ ഇൻഡസ്ട്രി മുമ്പോട്ട് പോകണം. അത് നടന്മാർ മാത്രമല്ല, എല്ലാവർക്കും വർക്കിംഗ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവണം. അപ്പോൾ ഇതേപോലെ ഈ ഫോൾസ് അലിഗേഷൻസ് വരുമ്പോൾ
എല്ലാവരും ഭയത്തിലാണല്ലോ, ആർക്കെതിരെ വേണമെങ്കിലും നാളെ വരുന്നൊരു അവസ്ഥയാണ്. അപ്പൊ അത് ഇല്ലാതിരിക്കണം. അതിന് ആരൊക്കെ എന്റെ കൂടെ ഉണ്ടാവും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ആരില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇതിന് ഞാൻ പോരാടും. ഞാനിത് എനിക്ക് അതിനെക്കുറിച്ച് പറയാനായിട്ട് അറിയില്ല. അത് അവർ ഫൈറ്റ് ചെയ്യുന്ന കാര്യമാണ്. അത് എനിക്ക് തോന്നുന്നു അത് ഓൾറെഡി കേസായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ആ വഴിക്ക് നടക്കട്ടെ. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ എങ്ങും പോകുന്നില്ല. ഇനി മീഡിയനെ കാണണമെങ്കിൽ മീഡിയയുടെ മുമ്പിൽ ഞാൻ വരും, ഞാനിവിടെ ഉണ്ടാവും. പക്ഷേ അനാവശ്യമായിട്ട് മീഡിയ ഇത് വളരെ ഭയങ്കര പീഡന കേസ് പ്രതി എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നതിന് മുന്നേ ഇതിനെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുന്നവരാണല്ലോ. അപ്പോൾ നിങ്ങളും ഇതിന്റെ ഒരു സത്യാവസ്ഥ അന്വേഷിക്കാൻ പറ്റുമെങ്കിൽ അന്വേഷിച്ചിട്ട് ചെയ്തൊരു റിക്വസ്റ്റ് ആണ്. പക്ഷേ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ പോരാടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. താങ്ക് യു. ആരോപണ വിധേയനായി നിവിൻ പോളിയാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. ആരോപണങ്ങളെല്ലാം തന്നെ നിവിൻ പോളി തള്ളിക്കളയുന്ന സാഹചര്യം ആണ് ഉണ്ടാകുന്നത്. ഈ ആരോപണം ഉന്നയിച്ച യുവതിയെ തനിക്ക് അറിയില്ല എന്നാണ് നിവിൻ പോളി പറയുന്നത്. ഒപ്പം ഈ കേസിലെ ഒന്നാമത്തെ പ്രതി എന്ന് പറയുന്ന ശ്രേയ എന്ന വ്യക്തിയെയും തനിക്ക് അറിയില്ല. അതേസമയം ഈ കേസിലെ മറ്റൊരാളുമായി സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട്. സാധാരണ നിലയിൽ സിനിമകൾ ചെയ്യുമ്പോൾ ഇത്തരം സാമ്പത്തിക സഹായമൊക്കെ തേടാറുള്ള ഒരു വ്യക്തിയുടെ പേര് കൂടിയുണ്ട്. അതിനപ്പുറത്ത് ഈ പരാതിക്കാരി അറിയില്ല. നേരത്തെയും ഇത്തരത്തിലൊരു പരാതി പോലീസിന് ലഭിച്ചിരുന്നതാണ്. അന്ന് അക്കാര്യങ്ങൾ പോലീസ് തന്നോട് അന്വേഷിച്ചതുമാണ്. അന്ന് ആ പരാതി അതൊരു ഫേക്ക് പരാതിയാണ് എന്ന് കണ്ടറിഞ്ഞുകൊണ്ട് പോലീസ് തന്നെ തള്ളിക്കളഞ്ഞതാണ്. പക്ഷേ പിന്നീട് താൻ കൗണ്ടർ പെറ്റീഷനോ ഒന്നും തന്നെ നൽകിയിരുന്നില്ല. അത് പോലീസിന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഇത്തരത്തിലൊരു പരാതിയുമായി താൻ മുന്നോട്ട് പോകാതിരുന്നത് എന്നാണ് പറയുന്നത്. ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. സിനിമാ മേഖലയ്ക്ക് നടന്മാർക്കൊക്കെ എതിരായ ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നുകൂടിയാണ് ഇപ്പോൾ നിവിൻ പോളി പറയുന്നത്. ഇത് ആരെങ്കിലും ചോദ്യം ചെയ്യുന്നില്ല എങ്കിൽ അത് മോശമാണ്. അതുകൊണ്ടാണ് താൻ മണിക്കൂറുകൾക്കകം തന്നെ ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ ഇതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് എത്തിയത്. മുഖ്യമന്ത്രിയെ അടക്കം കാണണമെങ്കിൽ കാണും, അല്ലെങ്കിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ അടക്കം കാണണമെങ്കിൽ കാണും. അതുമായി ബന്ധപ്പെട്ട പരാതി അടക്കം താൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുകൂടിയാണ് നിവിൻ പോളി വ്യക്തമാക്കിയത്. നേരത്തെ നിവിൻ പോളിക്ക് എതിരെ പരാതിയുമായി യുവതി എത്തിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് നിവിൻ പോളി മാധ്യമങ്ങളെ കണ്ടത്. നവമി ചേരുന്നുണ്ട്. നവമി, വിശദമായ വാർത്താ സമ്മേളനം തന്നെ എന്ന് പറയാം. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകുകയും ചെയ്യുന്നുണ്ട്. അതിൽ ഈ ആരോപണം ഉന്നയിക്കുന്ന ആളെ അറിയില്ല എന്ന് പറയുന്നു. ഒപ്പം ഒന്നാം പ്രതിയായിട്ടുള്ള ശ്രേയയെയും പരിചയമില്ല എന്നാണല്ലോ നിവിൻ പോളി പറയുന്നത്. അഭിലാഷ്, എന്തായാലും ഈ ഒരു പരാതി വന്ന മണിക്കൂറുകൾക്കൊടുവിൽ തന്നെ നിവിൻ പോളി മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നു. താൻ ആദ്യം തന്നെ ഇത്തരത്തിലൊരു പരാതി പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് നിവിൻ പോളി പത്രസമ്മേളനം ആരംഭിച്ചത്. നമുക്കറിയാം, സമീപകാലത്ത് സിനിമാ താരങ്ങൾക്കെതിരെയുള്ള പരാതികൾ ഇങ്ങനെ ഉയരുന്നുണ്ട്. ഇതിൽ വ്യാജ പരാതി ഏതാണ്, യഥാർത്ഥ പരാതി ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യമാണ്. ഇനിയെങ്കിലും താൻ ഇതിന് പ്രതികരിക്കണം, ഇല്ലെങ്കിൽ ഇനിയും ഇതുമായി നീട്ടിക്കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്നുകൂടി പറഞ്ഞിട്ടാണ് നിവിൻ പോളി ഈ പത്രസമ്മേളനം ആരംഭിച്ചത്. എന്തായാലും ഈ പെൺകുട്ടിയെ അറിയില്ല, ഈ പരാതിയുമായി ബന്ധപ്പെട്ട യാതൊരു വിവരവും തനിക്ക് അറിയില്ല എന്ന് പറയുകയാണ് നിവിൻ പോളി. അതോടൊപ്പം തന്നെ 1.5 മാസം മുമ്പ് ഈ സമാനമായ രീതിയിൽ തനിക്കെതിരെ ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. അന്ന് SI തന്നെ വിളിച്ച് ഇക്കാര്യം സംസാരിച്ചിരുന്നു. CI ഇക്കാര്യം വിളിച്ച് തന്നോട് അന്വേഷിച്ചിരുന്നു. ആ സമയത്ത് തന്നെ താൻ പോലീസിനോട് വ്യക്തമാക്കിയതാണ് ഈ പെൺകുട്ടിയോ അല്ലെങ്കിൽ ഈ പറയുന്ന സംഭവമോ ഒന്നും തനിക്ക് അറിയില്ല എന്ന് പറയുകയും ചെയ്തു. പിന്നീട് പോലീസ് തന്നെ പറയുന്നുണ്ട്, തങ്ങളുടെ അന്വേഷണത്തിലും ഇത് ശരിയായ കേസാണെന്ന് തോന്നുന്നില്ല, പരാതിയാണെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് തങ്ങൾ ഈ കേസ് അവസാനിപ്പിക്കുകയാണ് എന്ന് പോലീസ് നിവിൻ പോളിയോട് പറയുകയും ചെയ്തു. പിന്നീട് നിവിൻ പോളി തന്റെ അഭിഭാഷകനോട് സംസാരിക്കുകയും നിയമോപദേശം തേടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലും അഭിഭാഷകന്റെ ഭാഗത്ത് നിന്നും ഇനി ഈ കേസിന്റെ പുറകെ പോകണ്ട എന്നൊരു മറുപടിയാണ് നിവിൻ പോളിക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ അനാവശ്യമായ ഈ ഒരു പരാതിയോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വിവാദത്തിലേക്കൊന്നും താൻ പോകാഞ്ഞത് എന്നുകൂടി നിവിൻ പോളി പറയുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് എന്തുകൊണ്ടാണ് വീണ്ടും ഇത്തരത്തിലൊരു പരാതിയുമായി എത്തിയതെന്ന് മനസ്സിലാകുന്നില്ല. ആ പെൺകുട്ടിയെ തനിക്ക് അറിയില്ല. ഈ പരാതിയിലുള്ള ഈ കേസ് എടുത്തിരിക്കുന്നത് ഇതിൽ 6ാം പ്രതിയായിട്ടാണ്
നിവിൻ പോളിനെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതിൽ ഒരാളെ ഒഴികെ ബാക്കി ആരെയും തന്നെ തനിക്കറിയില്ല. ഒന്നാം പ്രതി അടക്കമുള്ളവരെ തനിക്കറിയില്ല. അതിൽ ഒരാൾ അത് തന്റെ സിനിമയുടെ ആവശ്യത്തിന് വേണ്ടി ചില സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. അതിനുവേണ്ടി ദുബായിൽ വെച്ച് അയാളെ കാണുകയും ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഈ പരാതിയുള്ള പെൺകുട്ടിയോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ, മറ്റ് പ്രതികളോ ഒന്നും തന്നെ തനിക്ക് അറിയില്ല എന്നുകൂടി നിവിൻ പോളി പറയുന്നുണ്ട്. റൈറ്റ്. ഇപ്പോൾ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രീ ജോർജ് ജോസഫ് ടെലിഫോൺ ലൈനിൽ ഉണ്ട്. ശ്രീ ജോർജ് ജോസഫ്, താങ്കൾ ഈ നിവിൻ പോളിയുടെ വാക്കുകൾ കേട്ടിരുന്നോ? എന്താണ് താങ്കൾക്ക് ആ ബോഡി ലാംഗ്വേജിൽ നിന്ന് മനസ്സിലാകുന്നത്? അല്ല, അദ്ദേഹം ഇപ്പം ടോട്ടലായിട്ട് അത് നിഷേധിച്ചല്ലോ. ആ പെൺകുട്ടി പറഞ്ഞത് നേരത്തെ ഒരു പരാതി ഊന്നുകൽ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിരുന്നു, അന്ന് ഇതൊന്നും പറഞ്ഞില്ല, ഇവരെ അറിയില്ല, കണ്ടിട്ടില്ല. പിന്നെ ഒരു ഫൈനാൻസറുമായിട്ട് ദുബായിൽ ഈ പറഞ്ഞ സ്ഥലത്ത് പുള്ളി ആ മാളിൽ ഉണ്ടായിരുന്നു. ആ ഫിനാൻസറെ മാത്രമേ അറിയുള്ളൂ, വേറെ അവരെ കണ്ടിട്ടില്ല, അറിയില്ല. പക്ഷെ അത് ടോട്ടലായിട്ട് ഡിനേ ചെയ്തു. അപ്പൊ ഇനിയിപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം കണ്ടിട്ടേ ഇല്ല എന്നല്ലേ പറയുന്നത്. എന്തെങ്കിലും നമുക്കൊന്നും അതേപ്പറ്റി പറയാൻ ഒക്കില്ല. പോലീസ് എന്തായാലും കേസെടുത്തിട്ടുണ്ട്. അവരെ അടുത്ത് ചോദിക്കണം, അവർക്ക് പാസ്പോർട്ട് ഉണ്ടായിരുന്നോ, വെളിയിൽ പോയിരുന്നോ, ഈ സമയത്ത് അവർ അവിടെയായിരുന്നോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ലീഗലായിട്ട് അത് വിദേശത്ത് വെച്ച് ഒരു റേപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ പ്രോസിക്യൂട്ട് ചെയ്യാം. അതിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലേ. പക്ഷെ ഇവിടെ ഇതാ ഈ നേരത്തെ ഒരു പരാതി നൽകിയിരുന്നു എന്നും ഇതേ വിഷയത്തെക്കുറിച്ച് അന്വേഷിച്ചു എന്നുമാണല്ലോ നിവിൻ പോളി തന്നെ പറയുന്നത്. നേരത്തെ കൊടുത്ത പരാതിക്കകത്ത് ഇത്രയും പറഞ്ഞ ഡീറ്റെയിൽസ് ഇല്ല എന്നുള്ള അർത്ഥത്തിലാണല്ലോ പുള്ളി പറഞ്ഞത്. നേരത്തെ ഇങ്ങനെ വെറുതെ ഒരു പരാതി കൊടുത്തു, പോലീസ് വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ ആളെ അറിയില്ല എന്ന് പറഞ്ഞു, അത് പോലീസ് വിശ്വസിച്ചു. പക്ഷെ ഇത് കൂടുതൽ അവിടെ ഈ നിവിൻ പോളി പറഞ്ഞത് എനിക്ക് എല്ലാ കാര്യങ്ങളും അന്നത്തെ പരാതിയെ കുറിച്ച് പൂർണ്ണമായും പറയാൻ പറ്റുമോ എന്ന് അറിയില്ല, വക്കീലിനോട് ചോദിക്കണം എന്നാണ്. പക്ഷേ പോലീസിനൊരു പരാതി ലഭിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കില്ല അത് കഴമ്പുള്ള പരാതിയാണോ, ആ പരാതിയുടെ ഉള്ളടക്കം സത്യസന്ധമാണോ എന്നൊക്കെ ഏകദേശ ധാരണ ലഭിക്കുമല്ലോ. അതിന്റെ അടിസ്ഥാനത്തിലല്ലേ മുന്നോട്ട് പോകാറ്. ഇതിപ്പോൾ അന്ന് തന്നെ പോലീസ് അത് തള്ളിക്കളഞ്ഞു എന്നാണ് നിവിൻ പോളി പറഞ്ഞത്. അത് പോലീസ് സ്റ്റേഷനിൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. എല്ലാ പോലീസിനും ഇതുപോലെ ഫേക്ക് പരാതികൾ ധാരാളം വന്നോണ്ടായിരിക്കുന്നത്. അതൊന്നും പോലീസ് ഒന്നും വിളിച്ച് കാഷ്വലായിട്ട് ചെയ്ത് അങ്ങ് വിടും. എന്നാലും ഒരു പെറ്റീഷൻ വായിച്ചു നോക്കുമ്പോൾ അതിനകത്ത് കഴമ്പുണ്ടോ എന്ന് ഏകദേശമൊക്കെ അറിയാം. പക്ഷെ ഇദ്ദേഹത്തിനെ വിളിച്ച് ഈ കാര്യങ്ങൾ വായിച്ചു കേൾപ്പിച്ചു, അപ്പൊ ടോട്ടലായിട്ട് ഇവരെ അറിയില്ല എന്ന് പറയുന്നത്. പക്ഷെ എന്തുകൊണ്ട് ഇന്ന് പറഞ്ഞിരിക്കുന്ന ആരോപണം അന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലോ എന്നുള്ളതാണ്. ഊന്നുകൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചവർ മുമ്പാകെ അവർ കൊടുത്ത പരാതി, അത് ഇപ്പം കൊടുത്തിരിക്കുന്ന പരാതി, അത് എറണാകുളത്ത് റൂറൽ എസ് പിക്കാണ് കൊടുത്തത്. ആ പരാതി അന്ന് കൊടുത്ത പരാതി തന്നെയാണെങ്കിൽ അത് പ്രൊസീഡ് ചെയ്യാതിരിക്കാൻ ഒക്കില്ല പോലീസിന്. പിന്നെ അദ്ദേഹത്തിനെ കണ്ട് ഇവരെ കൺഫ്രണ്ട് ചെയ്ത് ചോദിക്കണം, ആ സമയത്ത് അവിടെ ആ മാളിൽ ഉണ്ടായിരുന്നു. അതിനകത്ത് 5 പേരുടെ പേര് പറയുന്നുണ്ട്. ശ്രേയ പറയുന്നുണ്ട്, കുട്ടൻ പറയുന്നുണ്ട്, ബഷീർ പറയുന്നുണ്ട്, പിന്നെ രാഗം തുനിൽ, അതാണ് അങ്ങനെ പറയുന്നുണ്ട്. ആ പ്രൊഡ്യൂസറെ മാത്രമേ ഇദ്ദേഹത്തിന് അറിയുള്ളൂ. അപ്പൊ അത് അവിടെ പോയിരിക്കുന്നത് കറക്റ്റാണ്. ആ സമയത്ത് വിദേശത്തായിരുന്നു, ദുബായിലായിരുന്നു, അവിടെ മാളിലുണ്ട്. അവര് പറഞ്ഞിരിക്കുന്ന ഇവര് എല്ലാവരും അവരെ പീഡിപ്പിച്ചു, വേറൊരു ഫ്ലാറ്റിൽ പോയി പീഡിപ്പിച്ചു എന്ന് പറയുന്നു. അവര് സിനിമ മോഹിച്ചു പോയാൽ അവര് അവിടുത്തെ ഒരു എംപ്ലോയി ആണെന്നാ പറയുന്നത് ദുബായില്. അങ്ങനെ കാഷ്വലായിട്ട് അവർക്ക് ഈ സിനിമാ മോഹം ഇങ്ങനെയായിട്ട് പങ്കുവെച്ചപ്പോഴാണ് ഇത് ഉണ്ടായെന്നൊക്കെ പറയുന്നു. എന്തായാലും അതിനകത്ത് ഇപ്പൊ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അദ്ദേഹം വക്കീല് പറഞ്ഞ് കൂടുതലൊന്നും ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നില്ല. ശരി, ഇതിപ്പോൾ ഈ വിദേശത്തായതുകൊണ്ട് കേരള പോലീസിനും ഒരല്പം കോംപ്ലിക്കേറ്റഡ് ആയിരിക്കില്ലേ കാര്യങ്ങൾ? ഇല്ല, നിയമപരമായിട്ട് ഇന്ത്യൻ സിറ്റിസൺ ലോകത്ത് എവിടെ പോയി ഏത് കുറ്റം ചെയ്താലും ശരി, അതൊരു പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് തന്നെ എതിരാണെങ്കിൽ ഇവിടെ നമുക്ക് കോപിച്ചെടുക്കാം. അതിന് നിയമ തടസ്സങ്ങളൊന്നും. പക്ഷേ താങ്കൾ ഈ സൂചിപ്പിച്ചതുപോലെ ഈ സമയത്ത് ആ യുവതി അവിടെ ഉണ്ടായിരുന്നോ എന്നൊക്കെ അറിയണമെങ്കിൽ ഇനിയിപ്പോൾ അന്വേഷണ സംഘം അവിടെയൊക്കെ പോകേണ്ടി വരാൻ സാധ്യതയില്ലേ? അത് സാധ്യതയുണ്ട്. ഇപ്പൊ അവർക്ക് പാസ്പോർട്ട് ഉണ്ടോ, അവര് ആ പാസ്പോർട്ടിനകത്ത് വിസിറ്റ് ചെയ്ത് ഇവിടുന്ന് പോയതും അവിടെ ദുബായി പോയതും ലാൻഡ് ചെയ്തൊക്കെ അതിനകത്ത് ഉണ്ടാവുമല്ലോ അവരുടെ പാസ്പോർട്ടിനകത്ത്. ആ ദിവസം തന്നെ നിവിൻ പോളിയുടെ പാസ്പോർട്ട് നോക്കാമല്ലോ. അപ്പം അവര് പറഞ്ഞ ഡേറ്റിൽ അവിടെ ഉണ്ടോ ഇല്ലോ എന്ന് കൃത്യം അറിയാം. സിറ്റിംഗ് പോലീസിനകത്ത് അവിടെ പോകേണ്ട രണ്ടുപേരും പാസ്പോർട്ട് സറണ്ടർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ അതിനകത്ത് കഴമ്പുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തില് പോലീസ് അത് അന്വേഷിക്കണം, ഇദ്ദേഹത്തോട് ചോദിക്കണം. ചില കാര്യങ്ങൾ
കൺഫ്രണ്ട് ചെയ്യുമ്പം ഇദ്ദേഹത്തിന് അഡ്മിറ്റ് ചെയ്യാതിരിക്കാൻ ഒക്കത്തില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ. ശരി. ഏതായാലും അങ്ങനെ ഒരു വേഗമായിട്ടൊരു ആരോപണം ഒരു സ്ത്രീ അങ്ങനെ കൊണ്ടുവരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്ങനെ വന്നാലും ശരി, ഇപ്പോഴത്തെ ട്രെൻഡ് ഇനി ഇതുപോലെയുള്ള ധാരാളം കേസുകൾ വരും. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഇപ്പൊ അലൻ സിയർക്കെതിരായിട്ട് വന്നു കഴിഞ്ഞു. അലൻ സിംഗർക്കെതിരായിട്ട് ബാംഗ്ലൂർ ഇപ്പൊ ഒരു കേസ് എടുത്തു കഴിഞ്ഞു. ശരി. അപ്പം ഇതിപ്പം കിട്ടിയൊരു അവസരമാണ്. അതുകൊണ്ട് ഈ പീഡനം അനുഭവിച്ചവരെല്ലാവരും കൊടുക്കും. ഫേക്കായിട്ട് കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ശരി, വളരെ നന്ദി ശ്രീ ജോർജ് ജോസഫ് ഞങ്ങളോട് പ്രതികരിച്ചതിന്. എന്തായാലും ഓടി ഒളിക്കില്ല എന്നാണ് നിവിൻ പോളി പറയുന്നത്. പെൺകുട്ടിയെ കണ്ടിട്ട് പോലുമില്ല എന്ന് പറയുന്നു. ഒന്നാം പ്രതിയായ ശ്രേയയെ തനിക്ക് അറിയില്ല. അതേസമയം സാമ്പത്തിക ഇടപാട് ഈ പ്രതിപട്ടികയിലുള്ള ഒരേ ഒരു വ്യക്തിയെ മാത്രമാണ് അറിയാവുന്നത്. അത് സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക സഹായം തേടാറുള്ള ഒരു വ്യക്തിയാണ്. അയാളിൽ നിന്ന് മറ്റു പലരും ഇത്തരത്തിൽ സാമ്പത്തിക സഹായം തേടിയിട്ടുണ്ട്. പിന്നീട് പണം ഈ ചിത്രീകരണത്തിന് ശേഷം തിയേറ്ററിലൊക്കെ സിനിമ എത്തി പണം തിരികെ ലഭിക്കുമ്പോൾ അയാൾക്ക് പണം നൽകാറുണ്ട്. അങ്ങനെ കടം വാങ്ങാറുണ്ട് പണം എന്ന് മാത്രമാണ് നിവിൻ പോളിയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടാകുന്നത്. പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നാണ് നിവിൻ പോളി പറയുന്നത്. നിയമത്തിന് വഴങ്ങിക്കൊണ്ട് ഏതറ്റം വരെയും പോകും, അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കും എന്നതടക്കമുള്ള പ്രതികരണമാണ് നിവിൻ പോളിയിൽ നിന്നുണ്ടായത്. നിവിൻ പോളിയുടെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. ഒരു ബേസ്ലെസ് ആയിട്ടുള്ള ഒരു അലിഗേഷനാണ്. ഞാനിവരെ നേരത്തെ പറഞ്ഞ പോലെ കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇങ്ങനെ അലിഗേഷൻസ് വരുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അലിഗേഷൻ ഫേസ് ചെയ്യുന്നത്. കേസ് നിയമത്തിന്റെ വഴിയിലാണ് പോവുള്ളൂ. അപ്പോൾ നിയമത്തിന്റെ എല്ലാ വഴികളിലൂടെ ഞാൻ സഞ്ചരിക്കേണ്ടി വരും. അത് എത്ര നാളെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഞാനും തിരിച്ചും നിയമപരമായിട്ട് അത് ഫൈറ്റ് ചെയ്യും. അതിന്റെ ഏതറ്റം വരെ പോകണമെങ്കിൽ ഏതറ്റം വരെയും ഞാൻ പോവും. ഇത് സത്യമല്ലെന്ന് എന്നെ കൊണ്ടാകുന്ന രീതിയിൽ എൻ്റെ കയ്യിൽ എന്തെങ്കിലും അങ്ങനെ തെളിവുകളൊന്നുമില്ല. പക്ഷെ ഞാനത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ എല്ലാ വഴികളും ഞാൻ ശ്രമിക്കുന്നതാണ്. കാരണം ഇത് ഇങ്ങനൊരു ഫേക്ക് അലിഗേഷൻസ് ഇങ്ങനെ വന്ന് തുടങ്ങിയാൽ ഇവിടെ എല്ലാവർക്കും ജീവിക്കണമല്ലോ. ഇപ്പം നാളെ ആർക്കെതിരെയും വരാം. ഇതുപോലെ ഒരുപാട് ഫേക്ക് അലിഗേഷൻസ് ആണുങ്ങൾക്കെതിരെ വന്നിട്ടുള്ള കേസുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അത് ഡിസ്പ്രൂവ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. ഇനിയും നാളെ മുതൽ ആർക്കെതിരെയും വരാം. പക്ഷെ അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്നത്. ഞാനത് ആരെങ്കിലും സംസാരിച്ച് തുടങ്ങിയില്ലെങ്കിൽ ഇതിങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കും. കാരണം ഇതിൻ്റെ ഒരു പ്രൊസീജിയർ അങ്ങനെ ടൈം ടേക്കിംഗ് പ്രൊസീജിയറാണ്. നമ്മൾ സ്ഥിരം കാണുന്ന ഒരു പരിപാടിയാണല്ലോ. അപ്പോൾ എൻ്റെ സിനിമകളിൽ ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ചു, എല്ലാവരും ഇങ്ങനെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു സത്യാവസ്ഥ തെളിയിക്കണമെങ്കിൽ അതിൻ്റെ നിയമത്തിൻ്റെ വഴിക്ക് പോകണം. അപ്പോൾ അതിൻ്റെ ഏത് അന്വേഷണത്തിനും ഏത് ശാസ്ത്രീയമായ അന്വേഷണത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇനിയും മാധ്യമങ്ങളെ കാണേണ്ടി വന്നാൽ ഞാൻ കാണും. ഇതേപോലെ എന്തെങ്കിലും സംസാരിക്കേണ്ടി വന്നാലും ഞാൻ സംസാരിക്കും. എനിക്കിങ്ങനെ സംസാരിച്ച് ശീലമില്ല. നമ്മൾ ഈ സിനിമയുടെ റിലീസ് സമയത്തൊക്കെയാണ് നമ്മൾ ഒരു പ്രസ് മീറ്റ് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുള്ളൂ. അല്ലാതെ ഞാൻ അങ്ങനെ ഒരുപാട് അങ്ങനെ സംസാരിച്ച് ശീലമുള്ള ആളൊന്നുമല്ല. പക്ഷെ ഇത് ഇപ്പം എനിക്ക് വേണ്ടി ഞാൻ മാത്രമല്ല സംസാരിക്കാനുള്ളൂ. അപ്പോൾ എനിക്കത് സംസാരിച്ചേ പറ്റൂ. നിങ്ങൾ ന്യൂസ് കൊടുക്കണമെങ്കിൽ കൊടുത്തോളൂ, അത് നിങ്ങളുടെ ഉചിതം പോലെ ചെയ്യും. പക്ഷെ ഇത് നാളെ സത്യമല്ലെന്ന് തെളിഞ്ഞാലും നിങ്ങൾ ഇപ്പം ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ എൻ്റെ കൂടെ നിൽക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. റൈറ്റ്, ഇതാണ് നിവിൻ പോളി മാധ്യമങ്ങളോട് പറഞ്ഞത്. അഡ്വക്കേറ്റ് ടി ബി മിനി കൂടി ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. അഡ്വക്കേറ്റ് ടി ബി മിനി, താങ്കൾ നിവിൻ പോളിയുടെ പ്രതികരണം ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്. ഈ പരാതിക്കാരിയെ തനിക്ക് അറിവേ ഇല്ല എന്നാണ് നിവിൻ പോളി പറയുന്നത്. ഇപ്പോ നിവിൻ പോളി ഞാൻ പറഞ്ഞാല് സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള നിയമങ്ങള് ദുരുപയോഗം ചെയ്യുന്നത് ശരിയൊന്നുമല്ല. പക്ഷെ അതപ്പോ ജെനുവിനായിട്ടുള്ള ആളുകൾക്ക് റൈറ്റ് അവരുടെ ഇത് കിട്ടാതെ പോകും. പിന്നെ ഈ വിഷയത്തെ സംബന്ധിച്ച് ഇതൊരു എന്താ പറയാ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ തുടർച്ചയായിട്ട് വന്നിട്ടുള്ള ഒരു കാര്യമല്ല. അതിന് മുന്നേ തന്നെ ഈ പരാതി പോവുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണം നടത്തി പ്രാഥമികമായ ചില തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് ഇപ്പൊ വന്നിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രമല്ല, അതൊരു സിംഗിൾ റേപ്പ് അല്ല, കൂട്ടബലാത്സംഗം ചെയ്തു എന്നാണ് ആ കുട്ടി പറയുന്നത്. അത് പക്ഷേ നിവിൻ പോളി മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത് നേരത്തെ പരാതിയായി വന്നതാണ്, പോലീസ് ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടിരുന്നു, പക്ഷെ ഇതിന്റെ പിന്നാലെ പോകേണ്ടതില്ല, ഇതൊരു ഫേക്ക് കംപ്ലൈന്റ് ആണെന്ന് ബോധ്യപ്പെട്ടു എന്ന തരത്തിലാണ് നിവിൻ പോളി മാധ്യമങ്ങളോട് പറഞ്ഞത്.
നോക്കൂ, എനിക്കിതിൽ പറയാനുള്ളതേ, അങ്ങനെ ഒരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ അതിന് തെളിവുണ്ടാവണം. ആ തെളിവുകൾ ഈ അലിഗേഷൻ നടത്തിയ പെൺകുട്ടികൾക്ക് കൊടുക്കാനും കഴിയണം. ഞാൻ പറഞ്ഞത് ഒരു ഹേമ കമ്മിറ്റിയുടെ ഒരു പശ്ചാത്തലത്തിൽ ഒരു 20 വർഷമോ 15 വർഷമോ മുന്നേ നടന്ന ഹറാസ്മെന്റിന്റെ ഭാഗമായ മെന്റൽ ട്രോമയിൽ ഒരാള് പറയുന്നതും അല്ലാത്ത ഇൻസിഡൻസും നമ്മൾ രണ്ടായി കാണണം. അത് ഈ കേസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ പരിമിതമായ, രാവിലെ മുതൽ കോടതിയിലായിരുന്നു, ചെറിയ ചില ചാനലുകളിൽ ഇത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. രണ്ട് കാര്യമുണ്ട്. നിവിൻ പോളിക്ക് ഇത് പറയാനുള്ള അവകാശമുണ്ട്, അദ്ദേഹത്തിന്റെ കേസ് ഡിഫെൻഡ് ചെയ്യാനുള്ള അവകാശവുമുണ്ട്. അതേസമയം സെക്ഷൽ ഹരാസ്മെന്റിന് വിധേയമായിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് അത് പറയാനും, എന്നുവെച്ചാൽ എല്ലാ തെളിവുകളൊന്നും ആ കുട്ടി നിരത്തണം എന്നില്ല, സാഹചര്യ തെളിവുകൾ ധാരാളം മതി. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള പ്രൈമ ഫേസിയെ പ്രാഥമികമായിട്ടുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ നിവിൻ പോളി ചെയ്തത് തെറ്റാണ്. നിവിൻ പോളി അടക്കമുള്ള ആളുകൾ മദ്യപിച്ച് ഈ ആളുകൾ കൂട്ടബലാത്സംഗം ചെയ്തു കൊടുത്തെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതൊന്നും ഒട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെ വെറുതെ ഒരാള് വന്ന അലിഗേഷൻ പറയോ, എന്തെങ്കിലും അതില് കാര്യങ്ങളില്ലാതെ പറയില്ലല്ലോ. അപ്പൊ അത് അന്വേഷണത്തിന് വിധേയമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിവിൻ പോളി പറയുന്നത് പോലെ ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമായുള്ള പരാതിയാകാൻ സാധ്യതയില്ല. അല്ല, ഈ സാധാരണ പ്രതികളെ നമ്മൾ ഈ അലിഗേഷനായിട്ട് ബന്ധപ്പെട്ട് നടന്മാര് കാണിക്കാത്തൊരു കാര്യം നിവിൻ പോളി ചെയ്തിട്ടുണ്ട്. നേരിട്ട് പത്രമാധ്യമങ്ങളെ കാണുകയും അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നും ഇത് ഫേക്ക് ആണെന്നും പറയുന്നു. അപ്പൊ രണ്ടും പോലീസ് അന്വേഷിക്കട്ടെ, അതാണ് നമുക്ക് ഇപ്പൊ ഇതിൽ പറയാൻ കഴിയുള്ളൂ. എന്തായാലും ആ കുട്ടിയെ നമ്മൾ ആരും കേട്ടിട്ടില്ല, ആ കുട്ടിയെ കേൾക്കണം, അല്ലെങ്കിൽ ആ കുട്ടി പറയുന്ന കാര്യങ്ങൾ അറിയണം. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ നിവിൻ പോളി രക്ഷപ്പെടാൻ കഴിയാത്ത നിലയിൽ ഒരു കാര്യം കൂടി, അതായത് താങ്കളുടെ അറിവിൽ ഇതിപ്പോൾ ഈ പുതുതായി, അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ സമിതിക്ക് ലഭിച്ച ഒരു പുതിയ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള തുടർ നടപടിയായല്ല താങ്കൾ മനസ്സിലാക്കുന്നത്, അല്ലെ? അതെ 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 അത് നേരത്തെ ഉണ്ടായ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിന്റെ തുടർച്ചയായിട്ട് അത് ഹാൻഡ് ഓവർ ചെയ്യപ്പെട്ടതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റൈറ്റ്, അതായത് നിലവിൽ ഈ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിലുള്ളതല്ല എന്ന സൂചനയാണ് അഡ്വക്കേറ്റ് ടി ബി മിനി പങ്കുവെക്കുന്നത്. ഇവിടെ ഏതെങ്കിലും ഒരു പക്ഷത്ത് നിന്നുകൊണ്ട് സംസാരിക്കുക എന്നത് പ്രാക്ടിക്കലല്ല. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് ടി ബി മിനി ഞങ്ങളോട് പ്രതികരിച്ചതിന്. അവർ പറയുന്നത് പ്രകാരം നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പരാതിപ്പെട്ടിട്ടുള്ള ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന്റെ തുടർച്ച ആ നിലയിലാണ് നിവിൻ പോളിക്കെതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. ഒരു പരിധിവരെ ഇതിനെ ഒരു കൂട്ടബലാത്സംഗം എന്ന് തന്നെ വിലയിരുത്തപ്പെടേണ്ട സാഹചര്യം ആണ് ഉള്ളത്. വിദേശത്ത് നടന്ന സംഭവമാണ്. വിദേശത്ത് സിനിമയിൽ അഭിനയിപ്പിക്കാമെന്നതുൾപ്പെടെയുള്ള വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടുള്ള ബലാത്സംഗത്തിന് താൻ ഇരയായി എന്നുള്ളതാണ് പരാതി. അതോടൊപ്പം തന്നെ മയക്കുമരുന്ന് നൽകിയാണ് പീഡനം എന്ന് യുവതിയുടെ പരാതിയിൽ പറയുന്നുണ്ട്. ഈ പരാതിയിന്മേൽ ആണ് ഊന്നുകൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും അങ്ങനെ കേസെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ജാമ്യമില്ലാ വകുപ്പുകളടക്കം ചുമത്തിക്കൊണ്ടാണ് കേസ്. അതേസമയം ഈ പരാതി ഉന്നയിക്കുന്ന യുവതിയെക്കുറിച്ച് തനിക്കറിയില്ല എന്നാണ് നിവിൻ പോളി ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. നേരത്തെ പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആരാഞ്ഞിരുന്നു. ആ സമയത്ത് തനിക്കറിയില്ല എന്ന കാര്യം പോലീസിനെ അറിയിച്ചതാണ്. ഒപ്പം ഇങ്ങനെയൊരു തെറ്റായ അലിഗേഷൻ നടത്തുന്ന പശ്ചാത്തലത്തിൽ ആ യുവതിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പരാതി നൽകേണ്ടതുണ്ടോ എന്ന് പോലീസിനോട് അന്വേഷിച്ചിരുന്നു. പക്ഷേ അതിന്റെ ആവശ്യമില്ല എന്നാണ് പോലീസ് നൽകിയ മറുപടി എന്നാണ് നിവിൻ പോളി പറയുന്നത്. നേരത്തെ ടി ബി മിനി സൂചിപ്പിച്ചതുപോലെ ഇത്തരം വിവാദങ്ങൾ, ആരോപണങ്ങൾ നേരിട്ടതിന് ശേഷം ഒരു സിനിമാ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു സിനിമാ താരം വളരെ പെട്ടെന്ന് തന്നെ മാധ്യമങ്ങളെ കണ്ടു, ആരോപണങ്ങൾ നിഷേധിച്ചു. പക്ഷേ ആരുടെ ഭാഗത്താണ് നീതി, സത്യം എന്നത് തീർച്ചയായും അന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. നവമി, എന്തായാലും സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ് ഇപ്പോഴും നിവിൻ പോളി. ഇനിയിപ്പോൾ കുറച്ചുകൂടി വ്യക്തത കൈവരേണ്ടത് ഇത് നേരത്തെ എടുത്ത കേസുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള തുടർ നടപടികളുടെ ഭാഗമാണോ, അതിനപ്പുറത്ത് ഈ പുതിയ അന്വേഷണ സമിതിയെ രൂപീകരിച്ചിട്ടുണ്ട്, ആ സമിതിക്ക് ചെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണോ എന്നതിലൊക്കെ കുറച്ചുകൂടി ക്ലാരിറ്റി വരേണ്ടതുണ്ടല്ലേ? അഭിലാഷിനി, എന്തായാലും പോലീസാണ് ഇതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത്. കാരണം ഇത് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ, രണ്ട് വിദഗ്ധർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമുള്ള ഒരു പരാതിയല്ല. അതിനു മുൻപ്, അതായത് 1.5 മാസം മുമ്പ് തന്നെ ഈ പെൺകുട്ടി നിവിൻ പോളി അടക്കമുള്ളവർക്കെതിരെ പരാതിയുമായി
പോലീസിനെ സമീപിച്ചിരുന്നു. അന്ന് പോലീസ് ഇതിൽ ഈ ഒരു പരാതിയിൽ കഴമ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കേസ് അവസാനിപ്പിക്കുന്ന സാഹചര്യമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അന്ന് നൽകിയ പരാതിയും ഇപ്പോൾ പുതുതായി കൊടുത്ത പരാതിയും ഇതിൽ രണ്ടിലും ഒരേ കാര്യങ്ങളാണോ പറയുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനിയും പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും നിവിൻ പോളിയെ സംബന്ധിച്ച് ഈ ഒരു ആരോപണം പൂർണ്ണമായും തള്ളിയിരിക്കുകയാണ്. നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. ഇതിൽ ഏതറ്റം വരെയും താൻ പോകും. തന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് തന്റെ ഉത്തരവാദിത്തമാണ് എന്നുകൂടി നിവിൻ പോളി പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി എന്തായാലും പോലീസാണ് തുടർ നടപടികളുമായി മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ പരാതിയും പുതിയ അന്വേഷണ സംഘം തന്നെയായിരിക്കും പരിശോധിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പെൺകുട്ടിയുടെ പൂർണ്ണമായിട്ടുള്ള മൊഴി അടക്കം ഇനി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഒപ്പം നിവിൻ പോളിയും ഈ പരാതി നൽകിയ പെൺകുട്ടി പറയുന്ന സമയവും ഇത് രണ്ടും അവർ ദുബായിൽ വിദേശത്ത് വെച്ച് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇവർ ആ സമയത്ത് പരിചയപ്പെട്ടിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇനി അന്വേഷണ സംഘമാണ് കണ്ടെത്തേണ്ടത്. എന്തായാലും പെൺകുട്ടിയുടെ പരാതിയിൽ 6ാം പ്രതിയാക്കിയാണ് ഇപ്പോൾ നിവിൻ പോളിനെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്നാലും ബലാത്സംഗം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് നിവിൻ പോളിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇതിലെ ഒരാളെ ഒഴികെ, അതായത് ഈ പ്രതികളിൽ ഒരാളെ ഒഴികെ ബാക്കി ആരെയും തന്നെ തനിക്ക് പരിചയമില്ല എന്നുകൂടി നിവിൻ പോളി പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മറ്റ് പ്രതികളും നിവിൻ പോളിയുമായി പരിചയമില്ല എന്ന അടക്കമുള്ള കാര്യങ്ങളൊക്കെ പോലീസ് തന്നെയായിരിക്കണം അന്വേഷിക്കേണ്ടത്. അഭിലാഷ്, തീർച്ചയായും പോലീസ് വിശദമായി അന്വേഷിക്കുമ്പോൾ മാത്രമാണ് എന്താണ് ഈ പരാതിയുടെ ഉള്ളടക്കം, അല്ലെങ്കിൽ പരാതിയിൽ ആക്ഷേപിക്കുന്ന അല്ലെങ്കിൽ ആരോപിക്കുന്ന കാര്യങ്ങൾ വസ്തുതാപരമാണോ എന്നതിലൊക്കെ വ്യക്തത കൈവരേണ്ടത്. എന്തായാലും ആരോപണങ്ങൾ നിവിൻ പോളി തള്ളിക്കളയുകയാണ്. യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നിവിൻ പോളി ഉൾപ്പെടെ 6 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് അടക്കം ചുമത്തിക്കൊണ്ട് കേസെടുത്തിട്ടുള്ളത്. അഭിനയിക്കാൻ അവസരം വാഗ്ദാനം നൽകിക്കൊണ്ട് പീഡിപ്പിച്ചു എന്നുള്ളതാണ് യുവതിയുടെ ആക്ഷേപം. തിരുവനന്തപുരത്ത് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഊന്നുകൽ പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നതാണ്. എന്തായാലും 1.5 മാസങ്ങൾക്ക് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട്, ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നിൽ നിന്ന് വിവരങ്ങൾ തേടിയിരുന്നു എന്ന് നിവിൻ പോളി സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ പരാതിക്കാരിയെ അറിയില്ല എന്ന കാര്യം അന്ന് തന്നെ പോലീസിനെ അറിയിച്ചതാണ് എന്നാണ് നിവിൻ പോളി വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. നിയമ നടപടികളുമായി സഹകരിക്കും, ഏത് തരത്തിലുമുള്ള പരിശോധനകൾക്ക് താൻ വിധേയനാകും, അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കും എന്നാണ് ഇപ്പോൾ നിവിൻ പോളി പറയുകയും ചെയ്തിട്ടുള്ളത്. നേര്യമംഗലം സ്വദേശിനി ആണ് ഈ പരാതി നൽകിയിട്ടുള്ളത്. കേസിൽ മറ്റ് പ്രതികൾ കൂടിയുണ്ട്. ശ്രേയ, AK സുനിൽ, കുട്ടൻ, ബഷീർ എന്നിവർ ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ ഈ കേസിൽ പ്രതികളാണ്. ഇങ്ങനെ 6 പ്രതികളുണ്ട്. ഇതിൽ 6ാമത്തെ പ്രതിയാണ് നിവിൻ പോളി എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. താൻ ഓടി ഒളിക്കുകയില്ല, നിയമപരമായി പോരാടും, താൻ നിരപരാധിയാണ് എന്ന് തെളിയിക്കാൻ ഏതറ്റം വരെയും പോകും എന്നാണ് നിവിൻ പോളി പ്രതികരിച്ചത്. ഒരിക്കൽ കൂടി നിവിൻ പോളിയുടെ പ്രതികരണത്തിലേക്ക്. ഒരു ബേസ്ലെസ് ആയിട്ടുള്ള ഒരു അലിഗേഷനാണ്. ഞാനിവരെ നേരത്തെ പറഞ്ഞ പോലെ കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇങ്ങനെ അലിഗേഷൻസ് വരുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അലിഗേഷൻ ഫേസ് ചെയ്യുന്നത്. കേസ് നിയമത്തിന്റെ വഴിയിലാണ് പോവുള്ളൂ. അപ്പോൾ നിയമത്തിന്റെ എല്ലാ വഴികളിലൂടെയും ഞാൻ സഞ്ചരിക്കേണ്ടി വരും. അത് എത്ര നാളെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഞാനും തിരിച്ചും നിയമപരമായിട്ട് അത് ഫൈറ്റ് ചെയ്യും. അതിന്റെ ഏതറ്റം വരെ പോകണമെങ്കിൽ ഏതറ്റം വരെയും ഞാൻ പോവും. ഇത് സത്യമല്ലെന്ന് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ എൻ്റെ അങ്ങനെ തെളിവുകളൊന്നുമില്ല. പക്ഷെ ഞാനത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ എല്ലാ വഴികളും ഞാൻ ശ്രമിക്കുന്നതാണ്. കാരണം ഇത് ഇങ്ങനെ ഒരു ഫേക്ക് അലിഗേഷൻസ് ഇങ്ങനെ വന്ന് തുടങ്ങിയാൽ ഇവിടെ എല്ലാവർക്കും ജീവിക്കണമല്ലോ. ഇപ്പം നാളെ ആർക്കെതിരെയും വരാം. ഇതുപോലെ ഒരുപാട് ഫേക്ക് അലിഗേഷൻസ് ആണുങ്ങൾക്കെതിരെ വന്നിട്ടുള്ള കേസുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അത് ഡിസ്പ്രൂവ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. ഇനിയും നാളെ മുതൽ ആർക്കെതിരെയും വരാം. പക്ഷെ അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്നത്. ഞാനത് ആരെങ്കിലും സംസാരിച്ച് തുടങ്ങിയില്ലെങ്കിൽ ഇത് അതായത് ഇത്തരം തെറ്റായ ആരോപണങ്ങൾക്കെതിരെ ആരെങ്കിലും സംസാരിച്ചു തുടങ്ങേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ സംസാരിക്കുന്നത് എന്നാണ് നിവിൻ പോളി പറയുന്നത്. നിവിൻ പോളിക്കെതിരെ അതീവ ഗുരുതരമായ ആരോപണം നിലനിൽക്കെയാണ് ആരോപണങ്ങൾ നിവിൻ പോളി തള്ളിക്കളയുന്നത്. ഇതേ വാർത്തയുമായി ഇനി ടോം കുര്യാക്കോസ് ചേരും ഇടവേളയ്ക്ക് ശേഷം.